വനിതാ CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. സമരം 18ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിരാശരായി ഉദ്യോഗാർത്ഥികൾ. നിയമനം ലഭിച്ചത് സമരം ചെയ്യുന്ന 3 പേർ ഉൾപ്പെടെ 45 പേർക്ക്. വിവരങ്ങളുമായി വിനയ രാജി ചേരുന്നുണ്ട്. വിനയ, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. 45 പേർക്കാണ് ഇന്നലെ അഡ്വൈസ് മെമ്മോ ലഭിച്ചത്. അതിൽ സമരം ചെയ്യുന്ന 3 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. സമരം ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? എന്തായാലും വനിതാ CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഇന്ന് 12 മണിവരെയാണ് സമയമുള്ളത്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ തന്നെയാണ്. ഇവിടെയാണ് ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ 17 ദിവസമായി രാപ്പകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 17 ദിവസമായിട്ടും വിവിധ രീതിയിലുള്ള സമരമുറകളടക്കം നമ്മൾ കണ്ടതാണ്. സ്വയം വേദനിപ്പിച്ചുകൊണ്ടുള്ള സമരം തുടങ്ങിയ രീതികളടക്കം തന്നെ കണ്ടതാണ്. കല്ലുപ്പിൽ നിന്നുകൊണ്ടുള്ള പ്രതിഷേധമാണെങ്കിലും റീത്ത് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണെങ്കിലും ഭിക്ഷ യാചിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണെങ്കിലും ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രതിഷേധ രീതികളടക്കം തന്നെ കണ്ടതാണ്. തുടർന്ന് കഴിഞ്ഞ ദിവസം 45 പേർക്ക് അഡ്വൈസ് വരികയും അതിൽ ഈ സമരം ഇരുന്നിരുന്ന 3 പേരും ഉണ്ടായിരുന്നു. ഈ സമരം ഇരുന്ന 3 പേരുൾപ്പെടെ 45 പേർക്കായിരുന്നു അഡ്വൈസ് വന്നിട്ടുണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഉദ്യോഗാർത്ഥികൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അത് തങ്ങൾ സമരം ചെയ്ത് നേടിയ വിജയം അല്ലെങ്കിൽ തങ്ങൾ സമരം ചെയ്ത് നേടിയ കാര്യമല്ല എന്ന് തന്നെയായിരുന്നു ഉദ്യോഗാർത്ഥികൾ അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. ഏകദേശം 900-ലധികം വരുന്ന ഉദ്യോഗാർത്ഥികളായിരുന്നു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ 300-ലധികം വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. അതായത് 30% വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ നിയമനം ലഭിച്ചിട്ടുള്ളൂ. ഇന്ന് ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ പോകുമ്പോഴും ഇപ്പോഴും ഇവർ ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ തന്നെ സമരവുമായി ഇരിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസങ്ങളടക്കം തന്നെ മുഖ്യമന്ത്രിയുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളടക്കം തന്നെ ചോദിച്ചപ്പോഴും പ്രധാനമായും പറഞ്ഞത് അർഹതയുള്ളവർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അർഹതയുള്ളവർക്ക് നിയമനം കിട്ടുമെന്നായിരുന്നു മുഖ്യമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അതിനെ തുടർന്നുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളടക്കം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് തങ്ങൾക്ക് അർഹതയില്ലാത്തത് കൊണ്ടാണ് തങ്ങൾക്ക് ഇത് കിട്ടാതിരുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 2-ന് ആരംഭിച്ച സമരമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ നിരാശയോടെയാണ് ഓരോ ഉദ്യോഗാർത്ഥികളും തിരികെ മടങ്ങുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പലരും ഈ സമരം ഇരുന്ന പലരും പ്രായപരിധി പിന്നിട്ട ആളുകളാണ്. ഇവർക്ക് ഇനി എക്സാം എഴുതുന്ന അടക്കം തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് തന്നെയായിരുന്നു അവർ ഏറ്റവും പ്രധാനമായും പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. പല പ്രതിസന്ധികളിലൂടെയും തങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളോളമുള്ള കഷ്ടപ്പാടുകളിലൂടെയാണ് ഈ എക്സാം എഴുതുകയും റാങ്ക് ലിസ്റ്റിൽ പേര് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയായിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ ഇപ്പോൾ അസ്തമിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്ന് 12 മണിയോടെയാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. കഴിഞ്ഞ 17 ദിവസമായി ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ രാപ്പകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും ഈ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന നിമിഷമെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതീക്ഷ ഇവർക്കുണ്ട്. അവസാന ദിവസമാണിന്ന്. മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഈ മണിക്കൂറുകളിലടക്കം തന്നെ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ഇപ്പോഴും ഇവർ ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ രാപ്പകൽ സമരം ഇരിക്കുന്നത്. ആതിരം, തീർച്ചയായും വിനയ, ഇന്ന് 12 മണിയോടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുമ്പോഴും സമരം തുടരുകയാണ് ചെറിയൊരു പ്രതീക്ഷയിൽ. എന്താണ് ഇപ്പോൾ ഇവർ പറയുന്നത്? ഇനിയും എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട തീരുമാനം? എങ്ങനെയാണ്? എന്തായാലും ഇന്ന് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതോടുകൂടി തന്നെ ഇവർ ഇവിടെ സമരം ഇരുന്നിട്ട് കാര്യമില്ല. കഴിഞ്ഞ 17 ദിവസമായി മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ സർക്കാരിന്റെ സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി രീതിയിലുള്ള പ്രതിഷേധ മാർഗങ്ങളടക്കം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്വയം വേദനിപ്പിച്ചുകൊണ്ടിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്കായിരുന്നു ഇവർ കടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ വന്ന് ഇടപെടണം അല്ലെങ്കിൽ തങ്ങളുമായി ചർച്ച നടത്തണമെന്നൊരു ആവശ്യം
പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ രീതികളടക്കം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ അടക്കം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയും അതിന്റെ പശ്ചാത്തലമായി തന്നെ ഈ തൂക്കുകയർ അല്ലെങ്കിൽ സ്വയം കോമാളിയാകുന്ന രീതിയിലെല്ലാം തന്നെ ചിത്രീകരിച്ച് ഒരു മൈം അടക്കം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ എന്തായാലും പ്രതിഷേധം ശക്തമാക്കുക തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ വേണ്ട രീതിയിലുള്ള അല്ലെങ്കിൽ തങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ചർച്ചയ്ക്കൊന്നും തന്നെ ഇതുവരെയും സർക്കാർ തയ്യാറായിട്ടില്ല. 17 ദിവസം സമരം ഇരിക്കുമ്പോഴും ഇതുവരെയും ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഓരോ തവണ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷം അടക്കം തന്നെ മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ കത്തയക്കുമ്പോഴും വേണ്ട രീതിയിലുള്ള ഒരു മറുപടി ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഈ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. ഏറെ പ്രതീക്ഷയോടെയായിരുന്നു കഴിഞ്ഞ 17 ദിവസമായി ഇവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം അടക്കം ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവസാന നിമിഷമെങ്കിലും സർക്കാർ വിളിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടെങ്കിലും അതും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്ന് ഈ 12 മണിയോടെയാണ് ഈ കാലാവധി അവസാനിക്കുന്നത്. ആതിര, തീർച്ചയായും വിനയ, സമരം 18ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിരാശരായിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. വേറിട്ട സമരമുറകൾ തന്നെയായിരുന്നു അവർ നടത്തിയിരുന്നത്. രക്തം കൊണ്ട് പ്ലക്കാർഡ് എഴുതുന്ന അടക്കമുള്ള സമര പരിപാടികളാണ് അവർ നടത്തിയിരുന്നത്.